സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോഴും സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു മകനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് വായിച്ചത്. ആ ഒരു പ്രത്യേക രീതിയിലാണ് ഈശോ സുഖപ്പെടുത്തിയത്. അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് അവൻ്റെ ചെവിയിൽ ഇങ്ങനെ വിരലൊക്കെ ഇട്ടു. അതിനുശേഷം അവന് എഫാത്ത എന്ന് വിളിച്ചു, തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളെയൊക്കെ ഈശോ വിളിച്ചുകൊണ്ട് പോയി എഫാത്ത എന്ന് പറയണ്ടേ? കാരണം നമുക്ക് പല കാര്യങ്ങളും ഇതുവരെയും തുറക്കപ്പെട്ടിട്ടുണ്ടോ? പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ മലയാളം മനസ്സിലാകുന്ന പോലെ ഒന്നും മനസ്സിലായ പോരാ ദൈവീയ രഹസ്യങ്ങൾ. ഇതിൻ്റെ ആഴങ്ങൾ എന്താണ്? നമ്മൾ സുവിശേഷം വായിക്കും, വിശ്വാസപ്രമാണം ചെല്ലുമ്പം പറയാറില്ലേ, സൃഷ്ടിക്കപ്പെടാത്തവൻ എന്നൊക്കെ പറയല്ലേ ഈശോ, അല്ലേ? അതൊക്കെ നമുക്കെല്ലാം പിടികിട്ടുന്നുണ്ടോ? അബ്രാഹത്തിന് മുമ്പേ ഞാനുള്ള ആ തമ്പുരാൻ്റെ സാന്നിധ്യത്തിലേക്ക് എങ്ങാനും നമ്മൾ കയറി ചെല്ലാറുണ്ടോ? സ്നേഹമുള്ളവരെ, വലിയ ദൈവിക രഹസ്യങ്ങളാണ് ഇത്. സ്വർഗം നമുക്ക് തുറന്ന് തന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടുവാൻ ഈശോയുടെ കൂടെ യാത്ര ചെയ്യാം, അവനോട് ചേർന്ന് നടക്കാം. അന്ന് ആദവും ഹവ്വായും ദൈവത്തോടൊപ്പം ഉലാത്തിയതുപോലെ നടന്നതുപോലെ ഈശോയോടൊപ്പം നടക്കുന്ന മക്കളായി മാറുവാൻ, നമ്മുടെ ചെവിയൊക്കെ കേൾക്കുവാൻ, നമുക്ക് നന്നായി സംസാരിക്കുവാൻ ഒക്കെ കൃപാവരം ലഭിക്കണം, അല്ലേ? കാര്യങ്ങളൊക്കെ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.